ശുദ്ധീകരിച്ച് രക്തക്കുഴലിലെ കൊഴുപ്പിനെ അകറ്റി വണ്ണത്തെ കുറിച്ച് വടിവത്ത ശരീരവും ചർമ്മത്തിന്റെ തിളക്കം കൂട്ടി മുടിയും കൂട്ടി യൗവനം നിലനിർത്തുന്ന പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഇതാ ഷെൽസൈർ മീഡിയ. ആചാര്യന്മാർ 1000 മരുന്നുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആംല എന്ന നെല്ലിക്ക ആരോഗ്യ അധികം കഴിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചേക്കുക. ഒന്നാമത്തെ വിഭാഗം പ്രമേഹ രോഗികൾ. എത്ര ശ്രമിച്ചിട്ടും എങ്ങും എത്താത്ത പ്രമേഹത്തെ എത്രയും പെട്ടെന്ന് വരുതിയിലാക്കാം എന്നും നെല്ലിക്ക കഴിച്ചാൽ. പണ്ട് മുതലേ പലരും പാരമ്പര്യ വൈദ്യത്തിലും വീട്ടുവൈദ്യത്തിലും ആംല ഉപയോഗിച്ചു പോരുന്നു. മനുഷ്യ ശരീരത്തിലെ മിന്നും മിനറൽസിൽ മെയിനായ ക്രോമിയം നെല്ലിക്കയിൽ മെയിൻ ആയിട്ടുണ്ട്. ഇത് കാർബോഹൈഡ്രേറ്റിന്റെ പരിണാമത്തെ കൺട്രോളിലാക്കി പ്രമേഹത്തെ കൺട്രോളിലാക്കുന്നു. മണ്ണിന്റെ മടിത്തട്ടിൽ നിന്നും വിണ്ണിന്റെ വിരിമാറിൽ നിന്നും അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനുഷ്യന്റെ മണമുള്ള മിനറൽസിലൊന്നായ വൈറ്റമിൻ സിയുടെ കലവറയാണ് നെല്ലിക്ക. മനുഷ്യരാശിക്ക് മരണം നൽകുന്ന മാറാരോഗങ്ങളെ ഇത് മാറ്റി നിർത്തുന്നു. രണ്ടാമത്തെ വിഭാഗം BP കൂടുതലുള്ളവർ. ഏത് വയസ്സിലുള്ളവർക്കും ഏത് നിമിഷവും എങ്ങനെയും എത്താവുന്ന ഒന്നാണ് BP എന്ന് പറയുന്നത്. മരുന്നും മന്ത്രവും പലതും മാർക്കറ്റിലുണ്ട്. മേടിച്ചു കഴിച്ചാൽ മരണം വരെയും മേടിക്കണം. പ്രകൃതിയുടെ മടിത്തട്ടിൽ പ്രമേഹത്തിനെന്ന പോലെ പ്രഷറിന് പ്രതിവിധിയായി പ്രകൃതി നൽകിയിട്ടുണ്ട് നെല്ലിക്ക. മഞ്ഞും മഴയും മണ്ണും മണവും ചേർത്ത് മധുവും മടിപ്പും ചേർത്ത വൈറ്റമിൻ സി രക്തക്കുഴലിനെ വികസിപ്പിച്ച് പ്രഷർ കുറയ്ക്കുന്നു. മൂന്നാമത്തെ വിഭാഗം മുടി കൊഴിച്ചിലുള്ളവർ. മുടി കൊണ്ട് മുഖകാന്തി മറിഞ്ഞവർക്ക് മുറ്റത്തെ നെല്ലിയിലുണ്ട് മുട്ടോളം മുടി നൽകും മിനറലായ വൈറ്റമിൻ സി. കൂന്തൽ കൂട്ടുന്നതിനുള്ള കൂടുതൽ മരുന്നുകളിലും കൂടെയുണ്ടാവും നെല്ലിക്ക. തലയോട്ടിയിൽ രക്തം കൊണ്ട് രക്തചംക്രമണം നടത്തി തളിരും തണലും നൽകി മുടിയെ തഴച്ചു വളർത്തുന്നു. നാലാമത്തെ വിഭാഗം ഹൃദ്രോഗികൾ. ഹൃദയപൂർവ്വം ഹൃദയത്തെ ഹൃദയത്തോട് ചേർത്ത് സംരക്ഷിക്കാൻ നെല്ലിക്കയ്ക്ക് കഴിയുന്നു. മണ്ണിന്റെ മണവും വിണ്ണിന്റെ വിയർപ്പും രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു. അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ആംല ആർട്ടറികളിലെ അഴുക്കിനെയും കൊഴുപ്പിനെയും അകറ്റി ഹൃദയത്തെ സംരക്ഷിക്കുന്നു. അഞ്ചാമത്തെ വിഭാഗം പ്രായം തോന്നിക്കുന്നവർ. ചെറുപ്പത്തിലെ ചെറുപ്പം നഷ്ടപ്പെട്ടവർക്ക് ചേലത്ത ശരീരവും ചെന്താമര ചുണ്ടും ചിരിയും നൽകുന്ന നെല്ലിക്ക 70നെ 20ആക്കി 7 പൊന്നിന്റെ തിളക്കമേകി എന്നും ചെറുപ്പം നിലനിർത്തുന്നു നെല്ലിക്ക. ആറാമത്തെ വിഭാഗം കാഴ്ച കുറവുള്ളവർ. പ്രകാശത്തിന്റെ പ്രഭാവം പ്രതീക്ഷകളെ മങ്ങിച്ചവർക്ക് പ്രകൃതിയിലെ പ്രഥമ സ്ഥാനത്തെ ഫലമാണ് നെല്ലിക്ക. അഗ്നിയുടെ ആർജവത്താൽ അധികമാകുന്ന ഫ്രീ റാഡിക്കൽസ് കാഴ്ചയും കനവും കുറയ്ക്കുന്നു. കണ്ണിനും കൺമണിക്കും കാഴ്ചകൾ കടലോളം നൽകും നെല്ലിക്ക. ഏഴാമത്തെ വിഭാഗം പ്രതിരോധ ശക്തി കുറവുള്ളവർ. പ്രകൃതിയുടെ പ്രതിരോധത്തെ പ്രതിക്കൂട്ടിൽ നിർത്തും രോഗാണുക്കളെ പ്രതിരോധിക്കാൻ പ്രകൃതിയുടെ നെല്ലിക്കയ്ക്ക് കഴിയും. മനുഷ്യന് മരണം വിതയ്ക്കുന്ന മരുന്നില്ലാത്ത മാറാരോഗങ്ങളെ മാറ്റി നിർത്താൻ മഞ്ഞിലും മഴയിലും തളർത്ത നെല്ലിക്കയ്ക്ക് കഴിയും. എട്ടാമത്തെ വിഭാഗം കൊളസ്ട്രോൾ ഉള്ളവർ. ആർട്ടറിയിൽ അടിഞ്ഞുകൂടുന്ന അമിതമായ കൊഴുപ്പിനെ അകറ്റാൻ ആകാശത്തിന് കീഴിലുള്ള അഗ്നിയിൽ സ്ഫുടം ചെയ്ത കാൽസ്യം നെല്ലിക്കയിലുണ്ട്. ടോട്ടൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ടോട്ടലി ഇത് ഇല്ലാതാക്കുന്നു. ഒമ്പതാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കരൾ സംബന്ധമായ അസുഖമുള്ളവരാണ്. കാട്ടിലെ കയ്പും കയർപ്പും കലർന്ന കാട്ടുനെല്ലിക്കയ്ക്ക് കരളിന്റെ കടുത്ത അസുഖങ്ങളെയും മാറ്റാൻ കഴിയും. കനമുള്ള കരളും കരളിലെ കൊഴുപ്പും കരളിനെ സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റും നെല്ലിക്കയിലുണ്ട്. പത്താമത്തെ വിഭാഗം പനിയുള്ളവർ. പാലിലെ പനിയെ പടികടത്താൻ പച്ച നെല്ലിക്കയിലുണ്ട് ഒരു കൂളന്റ്. പഞ്ചാമൃതം പോലെ 5 രുചികളും അളവിൽ ചേർത്ത് തീർത്ത നെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ആചാര്യന്മാർ 1000 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആയുർവേദത്തിൽ ആദ്യം ചേർക്കുന്ന ത്രിഫലയിലെ ആദ്യത്തെ ഫലമാണ് നെല്ലി. ആർക്കും മടിക്കാതെ ആരോഗ്യ സംരക്ഷണത്തിന് ആജീവനാന്തം കഴിക്കാം നെല്ലിക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വിലപ്പെട്ട ഇൻഫർമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ഷെൽസൈർ മീഡിയ. Goodbye.